മിസ് കേരള 2022 ലിസ് ജെയ്മോൻ ജേക്കബാണ് നമുക്കിപ്പോൾ ഉള്ളത്. എനിക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്ന് അവർക്ക് തോന്നിക്കാണും. കാരണം ഐ വാസ് ബീയിങ് മൈസെൽഫ് ആൻഡ് ഐ വാണ്ടഡ് ടു ബ്രിങ് മോർ അവയർനെസ് അബൌട്ട് എഫക്റ്റീവ് പാരന്റിങ്. നേരത്തെ ടാൻ ആയതുകൊണ്ടാണ് അങ്ങനെ ആയിരുന്നത്. ഇപ്പൊ ഞാൻ ടാൻ എല്ലാം മാറിയപ്പോ വെളുത്തു. ബോഡി ഷേമിങ്ങിന്റെ ഒരു അതിർവരമ്പ് കടന്നിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ആ ഒരു അനുഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഓരോരുത്തരും പറയാൻ നേരത്ത് കളിയാക്കുമല്ലോ. ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ കളിയാക്കാൻ. ഫെയർ ആവണം എന്നും പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ ഒരു ഇതില്ല. ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഓരോരുത്തരുടെയും ശരിയും തെറ്റും അവർ തന്നെയായിട്ട് ഡിഫർ ചെയ്യും. എന്റെ ശരി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു തെറ്റായിരിക്കും. സോ നമ്മുടെ കോൺഷ്യസ്നെസ് ആണ് സത്യം പറഞ്ഞാൽ അത് ഡിസൈഡ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരുടെ ഒരു കോൺഷ്യസ്നെസ് പോലെ അങ്ങനെ ഒരു നമ്മൾ പറയും. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ശരിയുണ്ട്, അവരുടേതായിട്ടുള്ളൊരു തെറ്റുണ്ട്. ഇപ്പൊ എനിക്ക് 17 വയസ്സായപ്പോഴാണ് എന്റെ സിബ്ലിങ്സ് ഉണ്ടായത്. അങ്ങനെ അവർ ആ സമയത്ത് ജനിച്ചുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഒരു അമ്മേനെ പോലെ തന്നെയാണ്. അവര് എന്റെ സ്വന്തം പിള്ളേരെ പോലെ തന്നെയാണ്. അമ്മ ഉണ്ടെങ്കിലും എനിക്ക് ശരിക്കും ഈക്വലി ഒരു അമ്മേനെ പോലെ തന്നെയാണ്. നമ്മൾ എന്ത് കാര്യവും ഈക്വലായിട്ട് ബാലൻസ് ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ നമുക്കത് ഒരുപാട് ഗുണം ചെയ്യും. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിന് നെഗറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ് ഇമ്പാക്ട് ഒരുപാടുണ്ട്. ഇപ്പൊ വീട്ടിൽ ആദ്യം ഒരു ഇതായിരുന്നു, എന്തിനാ ഇപ്പൊ മാറി നിൽക്കുന്നത്, ഇവിടെ നിന്നാ പോരെ, എന്തിനാ അതിന്റെ ഒരു ആവശ്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് അറിയണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്ക് പഠിക്കണം. കമന്റ് എങ്ങനെ എടുത്തിങ്ങനെ നോക്കിയിട്ടില്ല. ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ സന്തോഷം തോന്നും. അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും കാണുമ്പോഴും ഞാനാണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം. എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. കുറെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിനകത്തേക്ക് എത്താൻ തീരുമാനിക്കുന്ന നമ്മുടെ ഒരു തീരുമാനം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം നമുക്ക്. തീർച്ചയായിട്ടും ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് മതി എന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. ഇപ്പൊ ജോലി ചെയ്യുന്നത് ഞാനിപ്പം സത്തലൻഡിൽ ഒരു അസോസിയേറ്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരുവപ്പെടൽ, നമ്മുടെ മനസ്സിനകത്ത് കുറച്ചൊരു പാകപ്പെടൽ നടക്കണമല്ലോ. ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഈ ഒരു ഫീൽഡ്. എനിക്ക് നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ എനിക്ക് അതിലേക്ക് പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ലിസ് പറയുന്നത് കേട്ടു, ലിസിന്റെ സ്കിന്നിനെ പറ്റിയിട്ടുള്ള ലിസിന്റെ ഒരു കരുതലിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഫെയർ സ്കിൻ അല്ല എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അതിനെയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരു പ്രിപ്പറേഷൻ നടത്തിയിരുന്നു. അങ്ങനെയല്ല, അതിപ്പോ എന്താന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ബുള്ളി ചെയ്യാൻ നമുക്ക് ഇതിന് മാത്രം റീസൺ ഒന്നും വേണ്ട. പലർക്കും എന്താണെങ്കിലും നമ്മൾ ബുള്ളി ചെയ്യാൻ ഒരു ചെറിയ റീസൺ മതി.